വിശദമാർന്ന വാർത്തയിലേക്കാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ 10 പേർക്ക് HIV സ്ഥിരീകരിച്ചു. ലഹരി മരുന്ന് കുത്തിവെക്കാനായി ഉപയോഗിച്ച സിറിഞ്ചുകളിലൂടെയാണ് ഇവർക്ക് HIV പകർന്നതെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ. വളാഞ്ചേരി ടൗണിനോട് ചേർന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഉപയോഗിച്ച സിറിഞ്ചുകൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി അഫ്സാന ചേരുന്നു. അഫ്സാന, മലപ്പുറം വളാഞ്ചേരിയിലാണ് കഴിഞ്ഞ 2 മാസത്തിനിടെ 10 പേർക്ക് HIV സ്ഥിരീകരിച്ചത്. മറ്റ് വിവരങ്ങൾ? ബൃന്ദ, വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പം മലപ്പുറത്തു നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് മലപ്പുറം വളാഞ്ചേരിയിൽ 9 പേർക്കാണ് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളും 6 പേർ മലയാളികളുമാണ്. ലഹരി ഉപയോഗിക്കുന്നവർക്കിടയിലാണ് ഈ HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 2 മാസത്തിനു മുമ്പ്, അതായത് കഴിഞ്ഞ 2 മാസത്തിനു മുമ്പ് ജനുവരിയിൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഒരു ഹൈ റിസ്ക് പോപ്പുലേഷൻ സർവേ പുറത്തിറക്കി. അന്ന് മലപ്പുറത്ത് ഒരാൾക്ക് HIV ബാധ സ്ഥിരീകരിച്ചിരുന്നു. ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ 9 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും ഒരേ സിറിഞ്ചിൽ നിന്നാണ് ലഹരി ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. DMOയും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ മലപ്പുറത്ത് 2 മാസത്തിനിടയിൽ 10 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 7 പേർ മലയാളികളും 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ്. വളാഞ്ചേരി ടൗണിനോട് ചേർന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സിറിഞ്ചും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, DMO ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് വളരെ വിപത്താണ്. ലഹരി ഉപയോഗിക്കുന്നത്, അതായത് സംസ്ഥാനത്ത് ഇപ്പോൾ ലഹരി ഉപയോഗവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഈ സംസ്ഥാനത്ത് ഒരു മാസത്തിൽ ശരാശരി 10 പേർക്കാണ് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്കാണ് കൂടുതലായി HIV ബാധ സ്ഥിരീകരിക്കുന്നത്. ഈ ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഒരു വലിയ സ്ക്രീനിങ് തന്നെ നടത്തുന്നുണ്ട്. അതായത് 9 പേർക്ക് ഈ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ കൂട്ടുകാർ, കുടുംബക്കാർ, ഇവർക്കും ഈ രോഗം വ്യാപിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് ഇപ്പോൾ സ്ക്രീനിങ് നടത്തുന്നത്. വളരെ വലിയൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബൃന്ദ. ശരി അഫ്സാന.